family. നമ്മുടെ പ്ലസ് 1 ഫിസിക്സിലെ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു വീഡിയോ അല്ലേ. നമ്മളൊരു പുതിയൊരു സ്റ്റാർട്ടാണ് അല്ലേ. അതായത് എക്സാമിന് ചോദിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷോർട്ട് വീഡിയോസ് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോ ചാപ്റ്റേഴ്സിൽ നിന്നും നമ്മുടെ എക്സാം വിന്നർ ഫാമിലി എടുത്തു വരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള എന്നാൽ നമുക്ക് പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാനും കൂടെ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് നമ്മുടെ യൂണിറ്റ്സ് മെഷർമെന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പോൾ അതിലെ ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് വേഗം തന്നെ നോക്കാം അല്ലേ. അപ്പോൾ നമുക്കൊരു 10-20 മിനിറ്റിന്റെ ഉള്ളിൽ നമ്മൾ ഒരുപാട് മാർക്കുകളാണ് സ്വന്തമാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ എൻ്റെ കുട്ടികൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് എന്ത് ചെയ്ത് കൊടുക്കുക, ഷെയർ കൂടെ ചെയ്ത് കൊടുക്കുക. ഓക്കെ. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസ് വരുമ്പോഴും നിങ്ങൾ ഓൾറെഡി റിവിഷൻ ഒക്കെ കഴിഞ്ഞിരിക്കുകയായിരിക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ ഒക്കെ എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള ഒരു റീചെക്ക് കൂടെ നിങ്ങൾ ഓരോരുത്തരും ചെയ്യുക എന്നുള്ളതാണ് മിസ്സിന് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താ നോക്കൂ മക്കളെ. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ് അല്ലേ. നമുക്ക് ഇവിടെ കുറച്ച് ബ്ലാങ്ക് ആയിട്ടുള്ള സ്പേസുകൾ കാണാൻ പറ്റും. അത് നമ്മളോട് എന്ത് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്, ആ ബ്ലാങ്ക് സ്പേസിൽ എന്താണ് എന്നുള്ളതൊന്ന് എഴുതി കൊടുത്താൽ മാത്രം മതി. നോക്കൂ, നെയിം ഓഫ് ദ ബേസ് ക്വാണ്ടിറ്റി ആൻഡ് നെയിം ഓഫ് SI യൂണിറ്റ് അല്ലേ. അപ്പോൾ ക്വാണ്ടിറ്റി ഉണ്ട്, അതിൻ്റെ SI യൂണിറ്റ് എഴുതുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് 7 SI യൂണിറ്റുകൾ അഥവാ 7 ഫണ്ടമെന്റൽ യൂണിറ്റുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആ 7 ഫണ്ടമെന്റൽ യൂണിറ്റ് നമുക്ക് അറിയുമെങ്കിൽ ഈ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം നോക്കൂ, ലെങ്ത് ആണ്. ലെങ്ത്തിന്റെ മീറ്റർ ആണ് SI യൂണിറ്റ് എന്നുള്ള കാര്യം അറിയാം. അങ്ങനെയാണെങ്കിൽ മാസിന്റെ SI യൂണിറ്റ് എന്താണ് എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, 1 കിലോ തക്കാളി എന്നാണ് പറയാ, അഥവാ കിലോഗ്രാം എന്നാണ് എഴുതാം. ഓക്കെ, അപ്പം കിലോഗ്രാം. ഓക്കെ മക്കളെ, കിലോഗ്രാം ആണെന്ന് മനസ്സിലാക്കുക. വെരി ഈസി ക്വസ്റ്റ്യൻ. അടുത്തത് നോക്കൂ, സെക്കൻഡ് എന്ന് പറയുന്നത് ഏത് ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം അത് ടൈമിന്റെ യൂണിറ്റ് ആണ് അല്ലെ. ടൈമിന്റെ SI യൂണിറ്റ് ആണ് നമ്മളുടെ സെക്കൻഡ് എന്ന് പറയുന്നത്. അടുത്തത് നോക്കൂ, ഇലക്ട്രിക് കറണ്ട് ആണ് അല്ലെ. ഇലക്ട്രിക് കറണ്ടിന്റെ SI യൂണിറ്റ് എന്താണ് മക്കളെ, കറന്റ് ആണ്. കറണ്ട് അടിച്ചാൽ കാറ്റ് പോകും എന്നൊക്കെ പറയുന്ന പോലെ കറണ്ടിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ആംപിയർ ആണ്. ഓക്കെ, SI യൂണിറ്റ് എന്ന് പറയുന്നത് ആംപിയർ ആണ്. അടുത്തത് നോക്കൂ, തെർമോഡൈനാമിക് ടെമ്പറേച്ചർ അല്ലെ. തെർമോഡൈനാമിക് ടെമ്പറേച്ചർ അഥവാ ടെമ്പറേച്ചർ നമ്മൾ സാധാരണയായിട്ട് കേട്ടിട്ടുള്ളത് ഡിഗ്രി സെൽഷ്യസിലാണെങ്കിലും പക്ഷേ അതിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ഡിഗ്രി സെൽഷ്യസ് അല്ല, അത് കെൽവിൻ ആണ് അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താ എഴുതി കൊടുക്കുക, കെൽവിൻ എന്ന് കൃത്യമായിട്ട് എഴുതി കൊടുക്കുക. അടുത്തത് നോക്കൂ, മോൾ എന്ന് പറയുന്നത് അല്ലേ. മോൾ നമ്മളെ വീട്ടിലൊക്കെ വിളിക്കുന്ന പേരാണ് മോൾ അല്ലേ, അനുമോൾ അല്ലേ, ദിൽഷ മോൾ എന്നൊക്കെ പറയുന്ന പോലെ. മോൾ എന്തിൻ്റെ SI യൂണിറ്റ് ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം നമുക്കറിയാം എന്താണ്, എന്തിൻ്റെ SI യൂണിറ്റ് ആണ് മക്കളെ നമ്മുടെ മോൾ എന്ന് പറയുന്നത്, വേറെ ഒന്നുമല്ല, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ആണ് കേട്ടോ. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. വെരി ഈസി ക്വസ്റ്റ്യൻ. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ആണ്. ഇനി ഏറ്റവും അവസാനത്തെ ആള് ക്യാൻറ്റല. ക്യാൻറ്റല എന്ന് പറയുന്നത് പുതിയ ഒരാളാണ് അല്ലേ. അപ്പം നമ്മൾ കേട്ടിട്ടൊന്നും ഇല്ലാത്ത ഒരാളാണ്. ക്യാൻറ്റല എന്ന് പറയുന്ന SI യൂണിറ്റ് എന്തളക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും എഴുതി കൊടുക്കണം. അതെന്താണ്, ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് ആണ്, അഥവാ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി അളക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ്. ഓക്കെ, ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് ആണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, പിക്ക് ഔട്ട് ദ ഫണ്ടമെന്റൽ യൂണിറ്റ് ഫ്രം ദ ഫോളോയിങ് എന്നാണ് ചോദിച്ചത്. താഴെ തന്നിരിക്കുന്നതിൽ ഫണ്ടമെന്റൽ ആയിട്ടുള്ള യൂണിറ്റിനെ നമ്മൾ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, സെക്കൻഡ് ആണോ, മീറ്റർ പെർ സെക്കൻഡ് ആണോ, ന്യൂട്ടൺ ആണോ, അതോ ജൂൾ ആണോ? നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഫണ്ടമെന്റൽ യൂണിറ്റുകളുടെ അല്ലെ, ഫണ്ടമെന്റൽ ആയിട്ടുള്ള യൂണിറ്റുകളുടെ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റ്സിനെയാണ് നമ്മൾ ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്ന് പറയാം. അപ്പം നമുക്കാകെ 7 ആൾക്കാരേ ഉള്ളൂ. 7 ആൾക്കാരുടെ മാത്രം യൂണിറ്റുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്ന് വിളിക്കുക. അപ്പോൾ നോക്കൂ, മീറ്റർ പെർ സെക്കൻഡ് നമ്മൾ പഠിച്ചിട്ടില്ല, ന്യൂട്ടൺ പഠിച്ചിട്ടില്ല, അതുപോലെ തന്നെ ജൂളും നമ്മൾ പഠിച്ചിട്ടില്ല. ആകെ പഠിച്ച ആൾ സെക്കൻഡ് ആണ്, അതായത് ടെമ്പറേച്ചറിന്റെ യൂണിറ്റ് ആണ് സെക്കൻഡ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചൂസ് ചെയ്യാം, ടെമ്പറേച്ചർ എന്ന് തന്നെ ചൂസ് ചെയ്യാം. അടുത്തത് നോക്കൂ, റൈറ്റ് ദ SI യൂണിറ്റ്സ് ഫോർ ദ ഫോളോയിങ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. താഴെ തന്നിരിക്കുന്നവരുടെ യൂണിറ്റ് ആണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ വേഗം പറയാം, ഇലക്ട്രിക് കറണ്ടിന്റെ യൂണിറ്റ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. എന്താണ് മക്കളെ, ആംപിയർ ആണ് അല്ലേ. ആംപിയർ എന്ന് കൃത്യമായിട്ട് എഴുതി കൊടുക്കുക. അടുത്തതാണ് പ്ലെയിൻ ആംഗിൾ. പ്ലെയിൻ ആംഗിൾ ഒരു ഫണ്ടമെന്റൽ യൂണിറ്റ് അല്ല, നമ്മൾ അതിനെ സപ്ലിമെന്ററി യൂണിറ്റ് എന്നാണ് പറയാറല്ലേ. 2 സപ്ലിമെന്ററി യൂണിറ്റ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് പ്ലെയിൻ ആംഗിളും ഒന്ന് സോളിഡ് ആംഗിളും ആണ്. അതിലെ പ്ലെയിൻ ആംഗിളിന്റെ കാര്യമാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ പ്ലെയിൻ ആംഗിൾ എന്ന് പറയുന്നതിന്റെ യൂണിറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം, റേഡിയൻ ആണ്.
ഓക്കെ, റേഡിയൻ ആണ്. ഇനി നിങ്ങൾക്ക് സോളിഡ് ആംഗിൾ ആണ് ചോദിക്കുന്നെങ്കിൽ അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് സ്റ്റെറേഡിയൻ ആണ് എന്നുള്ളത് കൂടെ ഇവിടെ ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സെലക്ട് ദ കറക്റ്റ് ആൻസർ ആണ് ചോദിച്ചത്. ലൈറ്റ് ഇയർ ഈസ് എ യൂണിറ്റ് ഓഫ് എന്നാണ് പറഞ്ഞത്. ലൈറ്റ് ഇയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒരു വർഷത്തിൽ അല്ലെ, ഒരു വർഷത്തിൽ നമ്മുടെ ലൈറ്റ് സഞ്ചരിക്കുന്ന ദൂരത്തിനെയാണ് നമ്മൾ ഒരു ലൈറ്റ് ഇയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ലൈറ്റ് ഇയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷത്തിൽ നമ്മുടെ ലൈറ്റ് സഞ്ചരിക്കുന്ന ദൂരമാണ്, അഥവാ ഡിസ്റ്റൻസ് ആണ്, അഥവാ ലെങ്ത് ആണ് എന്ന് മനസ്സിലാക്കുക. സോ ഇറ്റ് ഈസ് എ യൂണിറ്റ് ഓഫ് എന്താണ്? ആ ടൈം ആണോ, ലെങ്ത് ആണോ, ഇയർ ആണോ, വെലോസിറ്റി ആണോ? മക്കളെ വേറെ ഒന്നുമല്ല, അത് ലെങ്ത് ആണ് എന്ന് എൻ്റെ കുട്ടികൾ ഓർത്തിരിക്കുക കേട്ടോ. അടുത്തത് നോക്കൂ. കിലോ വോട്ട് അവർ ഈസ് എ യൂണിറ്റ് ഓഫ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ കിലോ വോട്ട് അവർ എന്ന് പറയുന്നത് എന്തിന്റെ യൂണിറ്റ് ആണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്? വേഗം പറഞ്ഞേ. എനർജി ആണോ, പവർ ആണോ, ടൈം ആണോ, മാസ് ആണോ? നമുക്കറിയാം കിലോ വോട്ട് അവർ എന്ന് പറയുന്ന ഒരു കൊമേഴ്ഷ്യൽ യൂണിറ്റ് ആണ്. അപ്പൊ എന്തിന്റെ കൊമേഴ്ഷ്യൽ യൂണിറ്റ് ആണ്? എനർജിയുടെ കൊമേഴ്ഷ്യൽ യൂണിറ്റ് ആണ് എന്ന് മനസ്സിലാക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. റൈറ്റ് ദ SI യൂണിറ്റ് ആൻഡ് ഡൈമെൻഷണൽ ഫോർമുല ഓഫ് എനർജി ആണ് ചോദിച്ചിരിക്കുന്നത്. എനർജിയുടെ SI യൂണിറ്റും ഡൈമെൻഷണൽ ഫോർമുലയും എഴുതണം. എനർജിയുടെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ജൂൾ ആണ്. ഓക്കെ, ജൂൾ ആണെന്ന് മനസ്സിലാക്കുക. ഇനി അതിൻ്റെ ഡൈമെൻഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഡൈമെൻഷൻ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമുക്കറിയാം എനർജി, അതുപോലെ തന്നെ വർക്ക്, ടോർക്ക്, ഇതിൻ്റെ ഒക്കെ എന്താണ് ഡയമെൻഷൻസ് സെയിം ആണ്. അപ്പോൾ F.S എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. സോ എഫിൻ്റെ ML(T⁻²) ആണ് ഇൻറ്റു L എന്ന് വരും. ദാറ്റ് ഈസ് ML²T⁻² ആണ് നമ്മളുടെ എനർജിയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എനർജിയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ML²T⁻² എന്നാണ് നമുക്ക് പറയാൻ വേണ്ടി പറ്റുക. ഓക്കെ, ക്ലിയർ? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. കിലോ വോട്ട് അവർ ഈസ് എ യൂണിറ്റ് ഓഫ്, നമ്മൾ വീണ്ടും അതേ ക്വസ്റ്റ്യൻ തന്നെ ആവർത്തിക്കുകയാണ്. കിലോ വോട്ട് അവർ എന്ന് പറയുന്നത് എന്തിന്റെ യൂണിറ്റ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു ഡൗട്ടും വേണ്ട, അത് എനർജിയുടെ യൂണിറ്റ് ആണ് എന്നുള്ളത് കൃത്യമായിട്ട് എൻ്റെ കുട്ടികൾ എഴുതി കൊടുക്കുക. ഓക്കെ, അപ്പോൾ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഫിൽ ഇൻ ദ ബ്ലാങ്ക് അല്ലെ, വീണ്ടും ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ഫണ്ടമെന്റൽ യൂണിറ്റ്സിൽ നിന്നും അല്ലാതെ വേറെ എവിടെ നിന്നും ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാനില്ല. നോക്കൂ, ബേസ് യൂണിറ്റ് സിമ്പിൾ. അപ്പൊ ഇവിടെ എന്താണ്? ആ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, ഇവിടെ എഴുതി കൊടുക്കുക. ഇതെല്ലാം എന്താണ്? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആണ് എന്നുള്ളതാണ് നമ്മൾ അവിടെ ഫിൽ ചെയ്യേണ്ടത്. ലെങ്ത്തിന്റെ ബേസ് യൂണിറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം മീറ്റർ ആണ്. അതിന്റെ സിമ്പിൾ സ്മോൾ ലെറ്റർ M ആണെന്ന് നമുക്കറിയാം. ഇലക്ട്രിക് കറണ്ടിന്റെ സിമ്പിൾ തന്നിട്ടുണ്ട് ആംപിയറിന്റെ A ആണെങ്കിൽ ഇവിടെ എന്താണ് എഴുതി കൊടുക്കേണ്ടത്? യെസ്, വെരി ഗുഡ്, ആംപിയർ എന്ന് എഴുതി കൊടുക്കുക. അടുത്ത എന്താണ് നോക്കൂ, രണ്ട് ഭാഗത്ത് രണ്ട് ബ്ലാങ്കുകളാണ് നമുക്ക് ഫിൽ ചെയ്യാനെടുത്ത്. ഇവിടെ മോൾ ആണ് പറഞ്ഞിട്ടുള്ളത്. മോളിന്റെ മോൾ അല്ലെ, MOLE ആണ്. മോൾ എന്ന് പറയുന്നത് എന്ത് കണ്ടുപിടിക്കുന്നതാ, അല്ലെങ്കിൽ എന്തിന്റെ യൂണിറ്റ് ആണ്? എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിന്റെ യൂണിറ്റ് ആണ് അല്ലെ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ആണ്. അടുത്തത് കാൻഡലയാണ്. കാൻഡല നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. കാൻഡലയുടെ യൂണിറ്റ് അഥവാ സിമ്പിൾ എന്ന് പറയുന്നത് CD ആണ്. ഇതെന്ത് കണ്ടുപിടിക്കാനാണ് മക്കളെ ഉപയോഗിക്കുന്നത്? ഇന്റൻസിറ്റി ഓഫ് കറന്റ് ആണ് കേട്ടോ. ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് ആണ്. ഓക്കെ, ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? കാൻഡല ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നോക്കൂ. ഫൈൻഡ് ദ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഇൻ ദ ഫോളോയിങ് അല്ലെ, താഴെ തന്നിരിക്കുന്നതിൽ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് കണ്ടുപിടിക്കാനുള്ള റൂളുകളൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ്. അപ്പോൾ ആദ്യത്തെ ആൾ നോക്കൂ, 0.042 ആണല്ലേ. അപ്പോൾ ഇതറിയാം, പോയിന്റ് വരുന്നതാണ്. ഡെസിമൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഡെസിമൽ ആണെങ്കിൽ ഫസ്റ്റ് നോൺ സീറോ തൊട്ടിട്ട് ടിൽ എൻഡ് എന്നാണ് നമ്മൾ പറയല്ലേ. അപ്പോൾ ഫസ്റ്റ് നോൺ സീറോ 4 ആയതുകൊണ്ട് 4ഉം 2 ആണ്. അപ്പോൾ അതിൻ്റെ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എന്ന് പറയുന്നത് 2 ആണ്. അടുത്തത് നോക്കൂ, 42.00 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പോയിന്റ് വന്നിട്ടുണ്ട്, ഡെസിമൽ വന്നിട്ടുണ്ട്. ഡെസിമൽ പോയിന്റ് വന്നാൽ ഫസ്റ്റ് നോൺ സീറോ തൊട്ട് ടിൽ എൻഡ് എന്നാണ് നമ്മൾ പറയുക. സോ 4200 അല്ലേ. അപ്പോൾ മൊത്തം 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ് ഇവിടെ ഉള്ളത് എന്ന് മനസ്സിലാക്കാം. അടുത്തത് നോക്കിക്കേ, ദ സൈഡ് ഓഫ് എ ക്യൂബ് ഈസ് മെഷേർഡ് ആസ് 3.405 centimeter. How many significant figures are there in the measurement എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഒരു ക്യൂബിനെ മെഷർ ചെയ്ത സമയത്ത് അതിൻ്റെ സൈഡ് എന്താ വന്നത്? 3.405 എന്നാണ് വന്നത്. അപ്പോൾ ഇതിൻ്റെ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആണ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം 3 പോയിന്റ് വന്നിട്ടുണ്ട്. ഡെസിമൽ ആണ് മക്കളെ. ഡെസിമൽ ആണെങ്കിൽ ഫസ്റ്റ് നോൺ സീറോ തൊട്ടിട്ട് ടിൽ എൻഡ് ആണ്. അപ്പോൾ 1 2 3 4 എന്നാണ് വരിക, 4. അപ്പോൾ എൻ്റെ കുട്ടികൾ ഓൾറെഡി അവിടെ പറഞ്ഞിട്ടുണ്ടാവും, മിസ്സിന് അറിയാം. അടുത്തത് നോക്കൂ, നെയിം
Find the principle used to check the correctness of an equation. അല്ലേ, ഒരു ഇക്വേഷൻ്റെ അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ കറക്റ്റ് ആണോ എന്നുള്ളത് നമ്മൾ ഈ ചാപ്റ്ററിൽ ഒരു റൂൾ വെച്ചിട്ടാണ് അഥവാ ഒരു പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് നമ്മൾ തെളിയിച്ചത്. ഏതാണെന്ന് അറിയോ? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി അഥവാ POH എന്ന് പറയും അല്ലേ. അപ്പോൾ മിസ് ഇവിടെ POH എന്ന് എഴുതുകയാണെങ്കിലും എൻ്റെ കുട്ടികൾ ഒരിക്കലും POH എന്ന് മാത്രം എഴുതി കൊടുക്കരുത്, പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി എന്ന് കൃത്യമായിട്ട് എഴുതി കൊടുക്കുക കേട്ടോ. വേർഡ്സിൽ തന്നെ എഴുതി കൊടുക്കുക. ഏത് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതി കൊടുക്കണം പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഉപയോഗിച്ചുകൊണ്ടാണ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. അടുത്ത നോക്കൂ, വാട്ട് ഈസ് ദ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഇൻ 0.0080 ജൂൾ അല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ആദ്യം തന്നെ കണ്ണിൽ പെടേണ്ടത് പോയിന്റിനെയാണ്. പോയിന്റ് ആണെങ്കിൽ ഡെസിമൽ ആണ്. ഡെസിമൽ നമ്പേഴ്സ് ആണെങ്കിൽ ഫസ്റ്റ് നോൺ സീറോ തൊട്ട് ടിൽ ഡെത്ത് വരെയാണ് അഥവാ ടിൽ എൻഡ് വരെയാണ്. അപ്പോൾ ഫസ്റ്റ് നോൺ സീറോ എന്ന് പറയുന്നത് 8 ആണ്. 8 കഴിഞ്ഞാൽ 2 കഴിഞ്ഞാൽ 0 ആകും. 3 ആളേ ഉള്ളൂ അല്ലേ, 1 2 3. അപ്പം 3 ആണ് അതിൻ്റെ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എന്ന് പറയുന്നത്. ക്ലിയർ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഓരോന്നും വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് നോക്കൂ, സ്റ്റേറ്റ് ദ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഇൻ ദ ഫോളോയിങ് മെഷർമെൻറ്റ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. താഴെ തന്നിരിക്കുന്നതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരെ തന്നിട്ടുണ്ട്. അതിൻ്റെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ എണ്ണമാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ആദ്യത്തെ നോക്കൂ, 3067 എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. 3067 എന്ന് പറയുന്നത് ഒരു നോൺ ഡെസിമൽ ആയിട്ടുള്ള നമ്പറാണ് അഥവാ പോയിന്റ് ഇല്ലാത്ത നമ്പറാണ്. അപ്പോൾ പോയിന്റ് ഇല്ലാത്ത നമ്പർ അഥവാ ഒരു നോൺ ഡെസിമൽ ആയിട്ടുള്ള നമ്പർ വരികയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യാം? ഫസ്റ്റ് നോൺ സീറോ തൊട്ടിട്ട് ലാസ്റ്റ് നോൺ സീറോ വരെയുള്ള നമ്പറാണ്. അപ്പോൾ ഫസ്റ്റ് നോൺ സീറോ എന്ന് പറയുന്നത് 3 ആണ്, ലാസ്റ്റ് നോൺ സീറോ എന്ന് പറയുന്നത് 7 ആണ്. അപ്പോൾ 1 2 3 4 ആണ് അല്ലേ. അപ്പോൾ 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആണ് അതിനുള്ളത് എന്ന് മനസ്സിലാക്കുക. രണ്ടാമത് നോക്കൂ, 0.0450 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പോയിന്റ് നിങ്ങൾ കണ്ടു അല്ലേ. അപ്പോൾ അതൊരു ഡെസിമൽ ആയിട്ടുള്ള പോയിന്റ് ആണ്, ഡെസിമൽ നമ്പർ ആണ് എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നോൺ സീറോ തൊട്ടിട്ട് ടിൽ എൻഡ് എന്നാണ് പറയുക. 450 ആണ്. അപ്പോൾ മൊത്തം 3 ആണ്. അടുത്ത നോക്കൂ, 8.0901 എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെയും പോയിന്റ് ഉള്ള നമ്പറാണ്. പോയിന്റ് ഉള്ള നമ്പർ ആണെങ്കിൽ മക്കളെ ഫസ്റ്റ് നോൺ സീറോ തൊട്ടിട്ട് ടിൽ എൻഡ് ആണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നോൺ സീറോ എന്ന് പറയുന്നത് 8 ആണ്, ടിൽ എൻഡ് ആണ് 1 2 3 4 5 അല്ലേ, 5 എന്ന് വരും. അടുത്തത് നോക്കൂ, 40.00 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെയും എന്താ വരുന്നത്? ഫസ്റ്റ് നോൺ സീറോ തൊട്ടിട്ട് ലാസ്റ്റ് നോൺ സീറോ അല്ലേ, പോയിന്റ് ഉള്ളത് കൊണ്ട് തന്നെ ഫസ്റ്റ് നോൺ സീറോ 4 ആണ്, 00 അല്ലേ. അപ്പോൾ എത്ര വരും? 4 എന്ന് വരും. ക്ലിയർ ആണല്ലോ. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് മക്കളെ നമ്മൾ ചെയ്തത്. ഇതിലെ എല്ലാ കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിന് ചോദിക്കുന്നതാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം എൻ്റെ കുട്ടികൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഉറപ്പുവരുത്തുക. ഇതിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് എൻ്റെ കുട്ടികൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, മാക്സിമം +1 ഓണം എക്സാമും അതുപോലെ തന്നെ ഈ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ അടിപൊളിയായിട്ട് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് മിസ്സിന് പറയാനുള്ളത്. അതുപോലെ തന്നെ ഇതിലും അടിപൊളിയായിട്ട് എൻ്റെ കുട്ടികൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് നമ്മുടെ പൃഥ്വി ബാച്ച്, അതുപോലെ തന്നെ നമ്മുടെ അഗ്നി ബാച്ച് എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം അഗ്നി ബാച്ച് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ബോർഡ് എക്സാം പോയിന്റ് ഓഫ് വ്യൂലുള്ള ക്ലാസ്സസ് ആയിരിക്കും. അപ്പോൾ ബോർഡ് എക്സാമിന് നിങ്ങൾക്ക് ഫുൾ മാർക്ക് അഥവാ 520 ഔട്ട് ഓഫ് 520 ലക്ഷ്യം വെക്കുന്നുള്ള മക്കളാണ്, ഫുൾ A+ വേണം, എനിക്ക് ബെസ്റ്റ് ആവണം എന്ന് ആഗ്രഹിക്കുന്ന മക്കളാണെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് നമ്മുടെ അഗ്നി ബാച്ച്. ദേ താഴെ കാണുന്ന നമ്പറിൽ വേഗം തന്നെ മെസ്സേജ് ചെയ്യുക, ജോയിൻ ചെയ്യുക. അഥവാ നിങ്ങൾ ഇനി എൻട്രൻസ് ആണ് നോക്കുന്നത്, എനിക്ക് നീറ്റോ കീമിനോ വേണ്ടി പ്രിപ്പയർ ചെയ്യണം, അതുകൂടെ എനിക്ക് ഇതിൻ്റെ കൂടെ കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് പൃഥ്വി ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ സെയിം നമ്പർ തന്നെയാണ് 7592092021 എന്ന് പറയുന്ന നമ്പറിലേക്ക് വേഗം തന്നെ എൻ്റെ കുട്ടികൾ മെസ്സേജ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്കുള്ള ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്തു കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്കുള്ള ഹോംവർക്കാണ്. അപ്പോൾ ഈ ഹോംവർക്ക് ഫുൾ മാർക്ക് ആഗ്രഹിക്കുന്ന എല്ലാ മക്കളും ഈ ഹോംവർക്കിൻ്റെ എന്തായാലും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഫുൾ മാർക്ക് വേണം, എനിക്ക് ഫുൾ A+ വേണം, എനിക്ക് നല്ല ഒരു മാർക്ക് കിട്ടിയേ പറ്റൂ എന്ന് ആഗ്രഹിക്കുന്ന മക്കളാണെങ്കിൽ വേഗം തന്നെ താഴെ ഇതിന് എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ ക്വസ്റ്റിനെ ഡിഫൈൻ പ്ലെയിൻ ആംഗിൾ ആൻഡ് പ്ലെയിൻ ആംഗിളിൻ്റെ യൂണിറ്റും താഴെ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. അടുത്ത പാർട്ടുമായിട്ട് മിസ് വീണ്ടും ഷുവർ ക്വസ്റ്റ്യൻസ് വീഡിയോസ് ആയിട്ട് മിസ് വീണ്ടും തിരിച്ചു വരുന്നതായിരിക്കും. സോ താങ്ക് യു.